ഹായ് ഓൾ. വെൽക്കം ടു ദ ചാപ്റ്റർ 5. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് AWSൻ്റെ അകത്തിരിക്കുന്ന റീജിയൻസ് ആൻഡ് അവൈലബിലിറ്റി സോൺസ് എന്നതിനെ പറ്റിയിട്ടാണ്. ഓക്കെ. അപ്പം നമുക്ക് ആദ്യം തന്നെ എന്താണ് AWSൻ്റെ അകത്തിരിക്കുന്ന റീജിയൻ എന്ന് പറയുന്ന കാര്യം എന്ന് നോക്കാം. ഓക്കെ. നമ്മളിപ്പം ഏതൊരു ക്ലൗഡ് കമ്പനി അല്ലെങ്കിൽ ഏതൊരു കമ്പനി ആയാലും അവരുടെ സെർവറുകളെല്ലാം കീപ്പ് ചെയ്യുന്നത് ഒരു ഡാറ്റാ സെൻറ്ററിൻ്റെ അകത്തായിരിക്കും അല്ലേ. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു വിർച്വൽ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ ക്ലൗഡിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു റിസോഴ്സ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫിസിക്കൽ സെർവേഴ്സ് ആയിരിക്കും അതിന് വേണ്ടിയിട്ടുള്ള റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പം ഒരു ഡാറ്റാ സെൻറ്റർ എല്ലാ കമ്പനികൾക്കും ഉണ്ടാവും. AWSനും അങ്ങനെയുള്ള ഡാറ്റാ സെൻറ്റേഴ്സ് ഉണ്ട്. അങ്ങനെയുള്ള മൾട്ടിപ്പിൾ ഡാറ്റാ സെൻറ്റേഴ്സ് ചേർന്നിരിക്കുന്ന ഒരു സെറ്റപ്പിനെയാണ് AWSൻ്റെ അകത്ത് അവൈലബിലിറ്റി സോൺ എന്ന് പറയുന്നത്. ഓക്കെ. 2 3 അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഡാറ്റാ സെൻറ്റേഴ്സ് ഉണ്ടാവും. ആ ഡാറ്റാ സെൻറ്റേഴ്സ് ഇരിക്കുന്ന ഒരു സെറ്റപ്പിനെയാണ് അവൈലബിലിറ്റി സോൺ എന്ന് AWSൻ്റെ അകത്ത് പറയുന്നത്. ഇതേപോലെയുള്ള മൾട്ടിപ്പിൾ അവൈലബിലിറ്റി സോൺ ചേരുന്നതിനെയാണ് AWSൻ്റെ അകത്ത് ഒരു റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം റീജിയൻ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ അവൈലബിലിറ്റി സോൺ ഉണ്ടാവും. ഈ അവൈലബിലിറ്റി സോണുകളെല്ലാം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ. അപ്പം ഈ അവൈലബിലിറ്റി സോൺ, ഈ മൾട്ടിപ്പിൾ അവൈലബിലിറ്റി സോൺ ഒരു റീജിയൻ ഉണ്ടാവുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില ആപ്ലിക്കേഷൻ എല്ലാം നമുക്ക് 24/7 റൺ ചെയ്യേണ്ട ആപ്ലിക്കേഷൻ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ നമ്മളുടെ ബാങ്കിങ് ആപ്ലിക്കേഷൻ, അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടല്ലോ, അതെല്ലാം 24/7 അപ്പായിരിക്കേണ്ടതുണ്ട്. അപ്പം ഒരു സോഫ്റ്റ്വെയറും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അത് 100% ടൈം അപ്പായിരിക്കും എന്നുള്ളത്. അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഇഷ്യൂസൊക്കെ വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു പോസിബിലിറ്റീസ് വന്നിട്ട് നമ്മളുടെ ആപ്ലിക്കേഷൻ ഡൗൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ സർവീസ് ബ്രേക്ക് ആയി പോകും, അല്ലെങ്കിൽ ഡൗൺ ആയി പോകുന്ന അത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വന്നു പോകും അല്ലേ. അപ്പം അങ്ങനെയുള്ളൊരു കാര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നോർമലി കമ്പനികൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സെർവർ ഒരു അവൈലബിലിറ്റി സോണിൽ ആയിരിക്കും അവർ ഡിപ്ലോയ് ചെയ്തിരിക്കുന്നതെങ്കിൽ, അതേ സമയത്ത് തന്നെ വേറൊരു അവൈലബിലിറ്റി സോണിൻ്റെ അകത്ത് ഇതിൻ്റെ ഒരു സ്റ്റാൻഡ് ബൈ ആയിട്ട് ഒരു സിസ്റ്റം കൂടി അപ്പായിട്ടുണ്ടാവും. അപ്പോൾ ഒരേ സമയത്ത് 2 സിസ്റ്റംസ് എല്ലാം അപ്പായിട്ടുണ്ടാവും. അപ്പം എന്തെങ്കിലും കാരണം കൊണ്ട് ഈ അവൈലബിലിറ്റി സോണിൻ്റെ അകത്തിരിക്കുന്ന ആപ്ലിക്കേഷൻ ഡൗൺ ആവുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി അവരെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റാൻഡ് ബൈ ആയിട്ടിരിക്കുന്ന സിസ്റ്റം അപ്പാക്കിയെടുക്കും. അപ്പം കസ്റ്റമേഴ്സിന് ഈ പറഞ്ഞിരിക്കുന്ന സാധനം നിങ്ങളുടെ സിസ്റ്റം ഡൗൺ ആണ് എന്ന് പറയുന്നൊരു ഫീലിംഗ് ഒന്നും കിട്ടത്തില്ല. ഈ പറഞ്ഞിരിക്കുന്ന സ്വിച്ച് ഓവർ വളരെ ഇമ്മീഡിയറ്റ്ലി വളരെ ഫാസ്റ്റായിട്ട് നടക്കും. അപ്പം കസ്റ്റമേഴ്സിന് നോർമലി വർക്ക് ചെയ്യുന്ന പോലെ തന്നെയായിരിക്കും ചെയ്യുന്നത്. അപ്പം ഇവിടെ ഡൗൺ ആയിരിക്കുന്ന സാധനം കുറച്ച് കഴിയുമ്പോൾ അപ്പായി വരും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നിങ്ങൾക്ക് സ്വിച്ച് ഓവറൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ 24/7 അപ്പായിരിക്കേണ്ട സിസ്റ്റത്തിനെയല്ല നോർമലി നമ്മൾ ഇങ്ങനെയൊക്കെയാണ് ഡിപ്ലോയ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ അവൈലബിലിറ്റി സോൺ ഉള്ളത് കാരണം ഇങ്ങനെയുള്ള സിസ്റ്റംസ് തന്നെ ഒരു സെയിം റീജിയനിൽ തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞിരിക്കുന്ന അവൈലബിലിറ്റി സോണുകളെല്ലാം കംപ്ലീറ്റ്ലി ഐസൊലേറ്റഡ് ആയിരിക്കും. അപ്പം ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന അവൈലബിലിറ്റി സോണിൽ എന്തെങ്കിലും ഒരു ഇലക്ട്രിക് പവറോ അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഇഷ്യൂസോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാലും അത് ഈ അവൈലബിലിറ്റി സോണിൽ അല്ലെങ്കിൽ എഫക്റ്റ് ചെയ്യണമെന്നില്ല. അപ്പം ഈ അവൈലബിലിറ്റി സോണിൽ ഇരിക്കുന്ന എല്ലാ ഡാറ്റാ സെൻറ്റേഴ്സും എന്തെങ്കിലും ഒരു പ്രോബ്ലം കൊണ്ട് ഡൗൺ ആയി പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും വേറെ 2 അവൈലബിലിറ്റി സോൺ അപ്പ് തന്നെയായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് കംപ്ലീറ്റ്ലി ഐസൊലേറ്റഡ് ആയിരിക്കുന്ന സ്ഥലത്തായിരിക്കും AWS ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം, നമ്മുടെ ഈ പർട്ടിക്കുലർ റീജിയൻ മുംബൈ എന്ന് പറയുന്ന സ്ഥലത്താണ് ഉള്ളത് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ മുംബൈക്കകത്ത് തന്നെയുള്ള ഡിഫറെൻറ്റ് ലൊക്കേഷനുകളിലായിരിക്കും ഈ ഓരോരോ അവൈലബിലിറ്റി സോണും ഉണ്ടാവുക. അതായത് മുംബൈക്കകത്ത് തന്നെ ഒരു പർട്ടിക്കുലർ ബിൽഡിങ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ലൊക്കേഷൻ്റെ അകത്തിരിക്കുന്ന ഒരു ബിൽഡിങ്ങിൽ തന്നെയല്ല ഓരോരോ അല്ലെങ്കിൽ ഈ 3 അവൈലബിലിറ്റി സോണും ഉണ്ടാവുക. ഒരു സ്ഥലത്ത് മുംബൈക്കകത്ത് ഇരിക്കുന്ന ഒരു ലൊക്കേഷൻ്റെ അകത്ത് ഒരു പർട്ടിക്കുലർ ബിൽഡിങ്ങിലായിരിക്കും അവൈലബിലിറ്റി സോൺ ഉണ്ടാവുക. കുറച്ച് ദൂരെ അപ്പം കുറച്ച് ദൂരെയുള്ള വേറൊരു ലൊക്കേഷനിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്ന ഐസൊലേറ്റഡ് ആയിരിക്കുന്ന ഒരു ബിൽഡിങ്ങുകളിലും ലൊക്കേഷനിലും ആയിരിക്കും രണ്ടാമത്തെ അവൈലബിലിറ്റി സോണും, അതേപോലെ തന്നെ വേറൊരു ലൊക്കേഷനിലായിരിക്കും മൂന്നാമത്തെ അവൈലബിലിറ്റി സോൺ ഉണ്ടാവുക. അപ്പം അതുകൊണ്ടാണ് ഒരു പർട്ടിക്കുലർ സ്ഥലത്തിരിക്കുന്ന ഒരു സബ് ലൊക്കേഷനിലിരിക്കുന്ന അവൈലബിലിറ്റി സോണിൽ എന്തെങ്കിലും കാരണം ഇലക്ട്രിക് പവറോ അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന നെറ്റ്വർക്ക് ഇഷ്യൂസോ വന്നു കഴിഞ്ഞാലും ഈ പറഞ്ഞിരിക്കുന്ന മറ്റ് 2 അവൈലബിലിറ്റി സോണുകളെയും യാതൊരു വിധത്തിലും ബാധിക്കാതെ. അപ്പോൾ നോർമലി എല്ലാ AWSൻ്റെ അകത്തിരിക്കുന്ന പല സ്ഥലങ്ങളിലും ഇരിക്കുന്ന റീജിയനുകളിലും ഇങ്ങനെ 3 അതിലധികമോ അവൈലബിലിറ്റി സോണുകൾ ഉണ്ടാവും. 3 മിനിമം ഉണ്ടാവും. അതെനിക്ക് തോന്നുന്നു AWSൻ്റെ ഒരു
മിനിമം റിക്വയർമെൻ്റ് ആണ് ഏതൊരു റീജിയനിലും അറ്റ്ലീസ്റ്റ് 3 അവൈലബിലിറ്റി സോണെങ്കിലും ഉണ്ടായിരിക്കണം എന്നുള്ളത്. 3 കൂടുതലും അവൈലബിലിറ്റി സോണുള്ള റീജിയൻസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ നോർമലി നമ്മൾ കസ്റ്റമേഴ്സ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന റീജിയൻ്റെ അകത്ത് ആയിരിക്കും ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ, റിസോഴ്സസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും, എനിക്ക് ഈ റിസോഴ്സ് ക്രിയേറ്റ് ചെയ്യേണ്ടത് മുംബൈ റീജിയനിൽ ഇരിക്കുന്ന സെർവേഴ്സിലാണ് എന്ന് നമുക്ക് എക്സ്പ്ലിസിറ്റ്ലി പറഞ്ഞു കൊടുക്കാൻ, ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ. അത് ആ ചൂസ് ചെയ്യുന്നതിന് നമുക്ക് കുറച്ച് കൺസിഡറേഷൻസ് ഒക്കെ ഉണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡ് പഠിക്കാം. ഓക്കെ. അപ്പം ഇതേപോലെ മുംബൈക്കകത്ത് ഒരു റീജിയൻ ഉണ്ടെങ്കിൽ ലോകത്തിലിരിക്കുന്ന പല സ്ഥലങ്ങളിലും AWSന് റീജിയൻ ഉണ്ട്. അപ്പോൾ കാലിഫോർണിയക്കകത്ത് ഒരു റീജിയൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള യൂറോപ്പ്, ഫ്രാൻസിലിരിക്കുന്നതിൽ വേറെ റീജിയൻ ഉണ്ടാവും. അങ്ങനെ ലോകത്തെമ്പാടും AWSന് പല പല റീജിയൻസ് ഉണ്ട്. ഈ ഓരോരോ റീജിയൻ്റെ അകത്തും ഇതേപോലെ ഡിഫറെൻറ്റ് അവൈലബിലിറ്റി സോണും ഡിഫറെൻറ്റ് ഡാറ്റാ സെൻറ്ററുകളിലുമൊക്കെയാണ് AWS അവരുടെ ഫിസിക്കൽ സെർവേഴ്സിനെ ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത്. ഇതിങ്ങനെ ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത് കാരണം ഒരു പർട്ടിക്കുലർ സാധനം ഡൗൺ ആയി പോയി കഴിഞ്ഞാലും അവർക്ക് ഈസിലി ഈ പറഞ്ഞിരിക്കുന്ന റിക്വസ്റ്റ് വേറൊരു അവൈലബിലിറ്റി സോണിൽ നിന്നോ അല്ലെങ്കിൽ വേറൊരു ഡാറ്റാ സെൻറ്ററിൽ നിന്നോ അവർക്ക് എളുപ്പത്തിൽ ഫുൾഫിൽ ചെയ്യാനൊക്കെ പറ്റും. അതുകൊണ്ടാണ് ഇവരിങ്ങനെ ഡിഫറെൻറ്റ് കാര്യങ്ങളും ഡിഫറെൻറ്റ് ലൊക്കേഷനുകളിലും ഡിഫറെൻറ്റ് സബ് ലൊക്കേഷനിലും ഒക്കെ ആയിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ഫിസിക്കൽ സെർവേഴ്സിനെ ഡിപ്ലോയ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ മുംബൈ ആയിട്ട് കണക്ട് ചെയ്തു. അതേപോലെ തന്നെ നമുക്ക് ഏത് റീജിയൻ്റെ അകത്തിരിക്കുന്ന ഫിസിക്കൽ സെർവേഴ്സിലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. ഓക്കെ. അത് നമുക്ക് കൺസോൾ അല്ലെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് ഈ റീജിയൻ ഏത് വേണം എന്നുള്ളത് നമുക്ക് എക്സ്പ്ലിസിറ്റ്ലി ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് നമുക്ക് റീജിയൻ ആവശ്യമായി വരുന്നത് എന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫോർ എക്സാമ്പിൾ നമുക്ക് നമ്മളുടെ റീജിയൻ ഇപ്പോൾ ഇരിക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണെന്ന് വിചാരിക്കാം. അപ്പം യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ അകത്തിരിക്കുന്ന റീജിയൻ്റെ അകത്ത് നമ്മളൊരു ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് റിസോഴ്സ് ഉണ്ടാക്കി അതിൻ്റെ അകത്ത് നമ്മളൊരു സെർവർ ഹോസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. അങ്ങനെയാണ് ഈ ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന സെർവർ ആക്സസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഇന്ത്യൻ്റെ അകത്ത് നിന്ന് കേരളത്തിനാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ഡാറ്റ ഇത്രയും ദൂരം ട്രാവൽ ചെയ്തിട്ട് വേണം നമ്മളുടെ അടുത്തെത്താൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡാറ്റ ഇത്രയും ദൂരം ഫൈബർ നെറ്റ്വർക്ക് വഴി ട്രാവൽ ചെയ്യുന്ന സമയത്ത് അതിനൊരു ഡിലേ അല്ലെങ്കിൽ ഒരു ലേറ്റൻസി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, അല്ലേ? കൂടുതൽ ദൂരം ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ സമയം വേണം. കുറച്ച് ദൂരം നെറ്റ്വർക്കിലൂടെ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സമയം മതി. അപ്പം ഇവിടെയാണ് നമ്മളുടെ റീജിയൻ ചൂസ് ചെയ്തിരിക്കുന്നത് എങ്കിൽ സ്വാഭാവികമായിട്ടും ഇത്രയും ദൂരം ട്രാവൽ ചെയ്തതിന് ശേഷമായിരിക്കും ആ ഡാറ്റ നമ്മുടെ ആക്സസിലോട്ട് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു ലേറ്റൻസി വരുന്നുണ്ട്. നമുക്കൊരു പെർഫോമൻസ് ഇഷ്യൂസ് വരാനുള്ള ചാൻസ് അവിടെയുണ്ട്, അല്ലേ? അപ്പം ഇതാണ് ഒരു കാരണം. അപ്പം നമുക്ക് നമ്മളുടെ അടുത്ത് തന്നെയുള്ള ഒരു റീജിയൻ്റെ അകത്താണ് നമ്മളുടെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് കാര്യങ്ങൾ ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത് എങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ, കുറച്ചും കൂടി ഡിലേ കുറഞ്ഞ്, ലേറ്റൻസി കുറഞ്ഞ് ആ ഡാറ്റ നമ്മളുടെ അടുത്ത് എത്താൻ നമുക്ക് പറ്റും, അല്ലേ? ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് പകരം നമ്മളുടെ മുംബൈയിലാണ് നമ്മളുടെ സെർവർ ചൂസ് ചെയ്തിരിക്കുന്നത്, അല്ല റീജിയനായിട്ട് നമ്മൾ മുംബൈയാണ് ചൂസ് ചെയ്തിരിക്കുന്നതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അതിന് കുറച്ച് ദൂരം, ആ ഡാറ്റയ്ക്ക് കുറച്ച് ദൂരം ഫൈബർ നെറ്റ്വർക്ക് വഴി ട്രാവൽ ചെയ്താൽ മതി നമ്മളുടെ അടുത്തെത്താൻ വേണ്ടിയിട്ട്. സ്വാഭാവികമായിട്ടും അവിടെ ഒരു ലേറ്റൻസി കുറവായിരിക്കും. നമുക്ക് കുറച്ചും കൂടെ സ്പീഡി ആയിട്ട് നമുക്ക് നമ്മളുടെ സെർവറിനെ ആക്സസ് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞിരിക്കുന്ന ലേറ്റൻസി എന്ന് പറയുന്നത് മേ ബി ഒരു മില്ലി സെക്കൻഡ് ഡിഫറൻസ് ഒക്കെ കാണത്തുള്ളൂ. പക്ഷേ പലപ്പോഴും ഈ മില്ലി സെക്കൻഡ് ഡിഫറൻസ് കൂടി നമുക്കൊരു കൺസിഡറേഷനായി വരും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ആമസോണിൻ്റെയും ഫ്ലിപ്കാർട്ടിൻ്റെയൊക്കെ സെയിൽ ഉണ്ടാവുന്ന സമയത്ത് കാണാറുണ്ടല്ലോ, അല്ലേ? അത് കുറച്ചൊരു ഡിലേ ആയി പോകുന്നത്. പലപ്പോഴും ഈ പറഞ്ഞിരിക്കുന്ന വേറെ പല കാരണങ്ങളും ഈ പറഞ്ഞിരിക്കുന്ന ഡിലേ വരാനുണ്ടാവും. അതിൻ്റെ കൂടെ ഈ പറഞ്ഞിരിക്കുന്ന ഡാറ്റ ട്രാവൽ ചെയ്യാനുള്ള ഒരു ഡിലേ കൂടി ആഡപ്പ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളുടെ വെബ്സൈറ്റ് ആക്സസ് ചെയ്യാൻ നോക്കി പെട്ടെന്ന് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ അത് അവിടെ ക്ലോസ് ചെയ്ത് പോവുകയൊക്കെ ചെയ്യും, അല്ലേ? അപ്പോൾ അവിടെ മിസ്സായി പോയിരിക്കുന്നത് ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. ആ സെർവറിൻ്റെ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ചിലപ്പോൾ അവിടെ മിസ്സായി പോകുന്നത്. അപ്പോൾ പലപ്പോഴും ഈ പറഞ്ഞിരിക്കുന്ന പെർഫോമൻസ് എന്ന് പറയുന്നത് അത് മില്ലി സെക്കൻഡ് ഡിഫറൻസിൻ്റെ അകത്തിരിക്കുന്ന പെർഫോമൻസ് ആണെങ്കിലും പല കമ്പനീസിനും അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്, അല്ലേ? അപ്പം ഈ പറഞ്ഞിരിക്കുന്ന ലേറ്റൻസി കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു യൂസറിൻ്റെ ഏറ്റവും നിയറസ്റ്റ് പ്രോക്സിമിറ്റിയിൽ ഇരിക്കുന്ന റീജിയൻ ഏതാണോ ആ റീജിയൻ ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്, ഈ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടിരിക്കുന്ന സിസ്റ്റംസ് ഡിപ്ലോയ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അതൊരു കൺസിഡറേഷനാണ് റീജിയൻ നമുക്ക് എങ്ങനെ ചൂസ് ചെയ്യാം എന്നുള്ളതിൽ. ഓക്കെ.
അടുത്തതെന്ന് പറയുന്നത് കംപ്ലയൻസ് ആണ്. കംപ്ലയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില രാജ്യങ്ങൾക്കെല്ലാം ചില നിയമങ്ങളുണ്ട്. അവരുടെ ഡാറ്റയെ സംബന്ധിച്ച് കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ട്. ചില രാജ്യങ്ങൾ അവരുടെ സിറ്റിസൺസിൻ്റെ പ്രൈവറ്റ് ഡാറ്റ അല്ലെങ്കിൽ പേഴ്സണൽ ഡാറ്റ അവരുടെ രാജ്യം വിട്ട് വേറൊരു സ്ഥലത്ത് സേവ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്ത് പോകാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്ന നിയമങ്ങളെല്ലാം ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു കമ്പനി ഏതെങ്കിലും ഒരു രാജ്യത്ത് വർക്ക് അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള നിയമങ്ങളെല്ലാം പാലിക്കേണ്ടി വരും. അപ്പം നമ്മളിപ്പം യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ അകത്താണ് ഒരു കസ്റ്റമർ ഇരിക്കുന്നത് എങ്കിൽ പുള്ളിയുടെ പേഴ്സണൽ ഡാറ്റ അല്ലെങ്കിൽ ആ ഡാറ്റ ആ രാജ്യത്ത് തന്നെ ഇരിക്കുന്ന ഒരു റീജിയൻ്റെ അകത്തേ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മളിപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ അകത്തിരിക്കുന്ന ഒരു ഡാറ്റ അങ്ങനെയൊരു നിയമം ആ രാജ്യത്ത് നിലനിൽക്കുകയും ചെയ്യുന്നു ഉണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യക്കകത്ത് മുംബൈക്കകത്തിരിക്കുന്ന റീജിയൻ്റെ അകത്തേക്ക് നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ സംഭവിച്ചാൽ എന്ത് സംഭവിക്കും? ഇവിടെ നിന്ന് ഡാറ്റ എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു രാജ്യത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണ്. ഇത് പല രാജ്യങ്ങളും സമ്മതിക്കുന്നില്ല. കാരണം അവരുടെ പൗരൻ്റെ ഡാറ്റ, ഇങ്ങനെയുള്ള പേഴ്സണൽ ഡാറ്റയെല്ലാം വേറെ രാജ്യത്ത് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് മേ ബി വല്ല മാൽ പ്രാക്ടീസ് നടക്കാനുള്ള പോസിബിലിറ്റിയും അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടും പല രാജ്യങ്ങൾക്കും ഓൾമോസ്റ്റ് ഓൾ രാജ്യങ്ങൾക്കും ഇന്ന് അങ്ങനെയുള്ള പല നിയമങ്ങളും ഉണ്ട്, ഡാറ്റ പുറത്ത് പോകരുതെന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ രാജ്യത്തിൻ്റെ അകത്ത് തന്നെയുള്ള റീജിയൻ്റെ അകത്തിരിക്കുന്ന സെർവറുകളിൽ നമ്മൾ നമ്മളുടെ ഡാറ്റ സേവ് ചെയ്ത് വെക്കേണ്ട സിറ്റുവേഷനൊക്കെ ഉണ്ട്. അപ്പം ഇതൊരു രണ്ടാമത്തെ കാരണമാണ് റീജിയൻ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, അടുത്ത കാരണം എന്ന് പറയുന്നത് ഡിസാസ്റ്റർ എന്ന് പറയുന്നതാണ്. അപ്പോൾ നമ്മളൊരു റീജിയൻ്റെ അകത്ത് നമ്മളൊരു ഡാറ്റ സേവ് ചെയ്ത് വെച്ചു. ഇപ്പോൾ നമ്മൾ ഇന്ത്യക്കകത്താണെന്ന് വിചാരിക്കുക, മുംബൈക്കകത്ത് നമ്മളുടെ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെച്ചു. മുംബൈയിൽ പെട്ടെന്നൊരു നാച്ചുറൽ ഡിസാസ്റ്റർ വന്നിട്ട് ഈ പറഞ്ഞിരിക്കുന്ന റീജിയണിന് തന്നെ പ്രോബ്ലം വന്നു എന്ന് വിചാരിക്കുക. അതിൻ്റെ അകത്തിരിക്കുന്ന അവൈലബിലിറ്റി സോൺ എന്ന് പറയുന്നത് മുംബൈക്കകത്ത് തന്നെ നിയറസ്റ്റ് ആയിട്ടിരിക്കുന്ന ലൊക്കേഷനുകളിലാണ്. അപ്പോൾ എൻറ്റയർ മുംബൈക്ക് എന്തെങ്കിലും ഒരു നാച്ചുറൽ ഡിസാസ്റ്ററോ ഫ്ലഡോ അങ്ങനെയുള്ള വന്ന് അതിൻ്റെ എല്ലാ അവൈലബിലിറ്റി സോണിൻ്റെയും റീജിയൻ്റെ മൊത്തത്തിൽ തന്നെ പ്രവർത്തനം നിന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ സെർവർ ആ റീജിയനാണ് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ നമ്മൾ കംപ്ലീറ്റ്ലി ഡൗൺ ആയി പോകുന്ന ഒരു സിറ്റുവേഷൻ വരും അല്ലേ. അപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് നോർമലി ഇപ്പോഴത്തെ പല കമ്പനികളും എന്താ ചെയ്യുന്നത് വെച്ചാൽ 2 റീജിയനുകളിൽ തന്നെ അവരുടെ ഡാറ്റയും സെർവറും എല്ലാം അപ്പാക്കിയിടും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഇന്ത്യക്കകത്ത് തന്നെയാണ്, നമുക്ക് 2 റീജിയൻസ് ഉണ്ട് ഇന്ത്യയിൽ. AWSന് മുംബൈക്കകത്തും ഹൈദരാബാദിനകത്തും 2 റീജിയൻസ് ഉണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ സെർവർ നമ്മൾ മുംബൈയിലും ഹൈദരാബാദിലും 2 സ്ഥലത്തും ഒരേ സമയത്ത് അപ്പാക്കിയിടുകയാണെങ്കിൽ മുംബൈക്കകത്ത് എന്തെങ്കിലും ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഹൈദരാബാദിൽ ഡിപ്ലോയ് ചെയ്തിരിക്കുന്ന സെർവർ വെച്ചിട്ട് നമുക്ക് നമ്മളുടെ ബിസിനസ് നീഡ്സിനെ ഫുൾഫിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇങ്ങനെയും പലപ്പോഴും ഈ നാച്ചുറൽ ഡിസാസ്റ്റർ കാരണം ഉണ്ടാകുന്ന ഡൗൺ ടൈം ഒഴിവാക്കാൻ വേണ്ടിയിട്ടും നോർമലി ഈ പറഞ്ഞിരിക്കുന്ന 2 റീജിയനുകളിലെല്ലാം നമ്മൾ സെർവറുകൾ അപ്പാക്കിയിട്ടുണ്ട്. സാധാരണ ഡാറ്റ ബാക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും ശരിക്കും നമ്മൾ 2 റീജിയൻസ് എല്ലാം യൂസ് ചെയ്യാറുണ്ട്. ഒരു റീജിയൻ്റെ അകത്തിരിക്കുന്ന ഡാറ്റ വേറൊരു റീജിയൻ്റെ അകത്ത് നമ്മൾ ഡാറ്റ ബാക്കപ്പിന് വേണ്ടിയിട്ടും ഉപയോഗിക്കാറുണ്ട്. അങ്ങനെയുള്ള പല ഒരു റീജിയണിന് എന്തെങ്കിലും പറ്റിപ്പോയാൽ നമ്മളുടെ എൻ്റയർ സിസ്റ്റം ഡൗൺ ആവുകയോ അല്ലെങ്കിൽ നമ്മളുടെ എൻ്റയർ ഡാറ്റ ഇല്ലാതായി പോവുകയോ അങ്ങനെയുള്ള ഒരു പോസിബിലിറ്റി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നോർമലി ഇങ്ങനെ പല റീജിയനുകളിലൊക്കെ നമ്മൾ സെർവർ അപ്പാക്കിയിടുന്ന ഒരു നോർമലി കോമൺ ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു പ്രാക്ടീസാണെന്ന്. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് കോസ്റ്റാണ്. കോസ്റ്റ് എന്ന് പറയുന്നത് ഡാറ്റാ സെൻ്ററാണ് അല്ലേ. ഡാറ്റാ സെൻ്റർ എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് ഓരോരോ സ്ഥലങ്ങളിലാണ് ഡാറ്റാ സെൻ്ററുകൾ ഇരിക്കുന്നത്. അപ്പോൾ ആ ഡാറ്റാ സെൻ്റർ ആ സ്ഥലത്ത് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് AWSന് കുറച്ച് കോസ്റ്റ് വരും അല്ലേ. ലാൻഡിൻ്റെ കോസ്റ്റ്, അല്ലെങ്കിൽ അത് അവിടെ ബിൽഡ് ചെയ്യാനുള്ള കോസ്റ്റ്, അല്ലെങ്കിൽ ചിലപ്പം കുറേ ഗവൺമെൻറ്റിൻ്റെ കുറേ ടാക്സുകളും അങ്ങനെയുള്ള കോസ്റ്റുകൾ, പിന്നെ അവിടെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള കോസ്റ്റ്, ഇലക്ട്രിക് പവറിൻ്റെ കോസ്റ്റ്, നെറ്റ്വർക്കിൻ്റെ കോസ്റ്റ്, അങ്ങനെയൊക്കെ നോക്കുമ്പം ഓരോരോ റീജിയൻ്റെ അകത്തും ഡാറ്റാ സെൻ്റർ റൺ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് AWSന് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് കോസ്റ്റ് ആയിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ ഓരോരോ സെൻറ്ററിൻ്റെ അകത്തു നിന്നും പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസിൻ്റെ അകത്ത് AWS ഡിഫറെൻറ്റ് പ്രൈസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ മുംബൈക്കകത്ത് കുറച്ചും കൂടെ ചിലവ് കുറഞ്ഞിട്ട് അവർക്ക് ഡാറ്റ അവർക്ക് റൺ ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതേ സമയത്ത് ബഹ്റൈൻ്റെ അകത്തിരിക്കുന്ന ഡാറ്റാ സെൻ്ററിൻ്റെ അകത്ത് അവർക്ക് റണ്ണിങ് കോസ്റ്റ്, AWSൻ്റെ റണ്ണിങ് കോസ്റ്റ് കൂടുതലാണെങ്കിൽ സ്വാഭാവികമായിട്ടും ബഹ്റൈൻ്റെ അകത്ത് നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസിന് നമ്മുടെ മുംബൈയിൽ ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന റീജിയൻ്റെ അകത്ത് നിന്നുള്ള സർവീസസിനെക്കാട്ടും പൈസ കൂടുതലായിരിക്കും അല്ലേ. അപ്പം ഓരോരോ റീജിയൻ്റെ അകത്തും സെയിം സർവീസിന് തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൈസുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്.
നമുക്ക് നോക്കാം. നമ്മൾ ഓരോരോ സർവീസ് എടുക്കുന്ന സമയത്തും നമുക്ക് പല റീജിയനുകളിലൊക്കെ മാറ്റി നോക്കി എത്രത്തോളം ഡിഫറൻസ് പ്രൈസിനുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കിയെടുക്കാം. എന്തായാലും അങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കില് ഒരു ഏത് റീജിയനിലാണോ, അതായത് ഇതേപോലെയുള്ള കൺസിഡറേഷനും കാര്യങ്ങളും ഒന്നുമില്ല എന്നുണ്ടെങ്കില് നിങ്ങൾക്ക് ഏത് റീജിയനിലാണോ പൈസ കുറച്ച് കിട്ടുന്നത്, ആ റീജിയൻ്റെ അകത്തിരിക്കുന്ന സെർവറുകളെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എൻ്റയർ ക്ലൗഡിന് വേണ്ടിയിട്ടുള്ള കോസ്റ്റ് കുറച്ചെടുക്കാനൊക്കെ പറ്റും. ഓക്കെ. അപ്പം ഇതല്ലാതെയും വേറെയും കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ മെയിനായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ ഡിസ്കസ് ചെയ്ത് പോയത്. ഫോർ എക്സാമ്പിൾ ചില സർവീസസ് ചില റീജിയണിൽ അവൈലബിൾ അല്ല, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളും കൂടിയുണ്ട്. അത് ഓരോന്നോരോന്ന് നമ്മൾ ഓരോരോ സർവീസ് ഇതാക്കുന്ന നോക്കാം. ഇതാണ് മെയിനായിട്ടിരിക്കുന്ന റീജിയൻ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൺസിഡറേഷൻസ്. ഓക്കെ. അപ്പം ഒരു കാര്യം ഓർത്തിരുന്നാൽ മതി. റീജിയൻ ചൂസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് ഏതെങ്കിലും ഒരു റീജിയൻ ചൂസ് ചെയ്യാം എന്ന് പറയുന്ന സിറ്റുവേഷൻ അല്ല. പല പല കൺസിഡറേഷനും കാര്യങ്ങളും എല്ലാം നോക്കിയിട്ടായിരിക്കും നമ്മൾ ഒരു റീജിയൻ ചൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പം ഇത് AWSൻ്റെ ഗ്ലോബലായിട്ടിരിക്കുന്ന അവരുടെ പ്രസൻസ് ആണ്. വേൾഡ് വൈഡ് ഇന്ന് AWSന് 33 ലോഞ്ച്ഡ് റീജിയൻസ് ഉണ്ട്. ഇത് ഇന്ത്യയിൽ തന്നെ നമുക്ക് 2 റീജിയൻ ഉണ്ട്. മുംബൈക്കകത്തും ഹൈദരാബാദിനകത്തും. അങ്ങനെ നമ്മൾ ലോകത്തിലുള്ള എവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും അമേരിക്കക്കകത്ത് കുറച്ചും കൂടെ കൂടുതൽ റീജിയൻസ് ഉണ്ട്. അങ്ങനെ ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലും റീജിയൻസ് ഉണ്ട്. ഈ റെഡിൽ കാണിച്ചിരിക്കുന്നത് വരാൻ പോകുന്ന റീജിയൻസ് ആണ്. എനിക്ക് തോന്നുന്നു ജക്കാർത്തയെ പോലുള്ള, ഇന്തോനേഷ്യ പോലുള്ള അങ്ങനെയൊക്കെ കുറച്ച് അവിടെ തായ്ലാൻഡ് അങ്ങനെയൊക്കെ എവിടേക്കൊക്കെ കൂടുതൽ 1, 2, 3 എണ്ണം വരുന്നുണ്ട്. ഓക്കെ. ഈ പറഞ്ഞിരിക്കുന്ന 33 റീജിയൻ്റെ അകത്ത് 105ഓളം അവൈലബിലിറ്റി സോൺ ഉണ്ട്. ഒരു റീജിയൻ്റെ അകത്ത് മിനിമം 3 അവൈലബിലിറ്റി സോൺ ഉണ്ടാവും. അങ്ങനെയാണ് 33 എണ്ണത്തിൽ ചില റീജിയൻ്റെ അകത്ത് 3ൽ കൂടുതലൊക്കെ ഉണ്ടാവും. ഓക്കെ. അങ്ങനെ ടോട്ടൽ 105 അവൈലബിലിറ്റി സോൺസും AWSനുണ്ട്. ഓക്കെ. ഇനി നമുക്കൊരു കുഞ്ഞു കാര്യം കൂടി നോക്കിയിട്ട് നമുക്ക് ഈ ചാപ്റ്റർ ഒന്ന് ക്ലോസ് ചെയ്യാം. ഇത് നമ്മളുടെ മാനേജ്മെൻറ്റ് കൺസോളാണ്. നമ്മൾ IAM യൂസർ നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിൽ ക്രിയേറ്റ് ചെയ്ത IAM യൂസർ വെച്ചിട്ട് നമ്മൾ ലോഗിൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളുടെ ഫസ്റ്റ് ഡാഷ്ബോർഡ് കൺസോൾ വിൻഡോ ആണ്, കൺസോൾ ഹോമാണ് ഈ ഇരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് റീജിയൻ ചൂസ് ചെയ്യാൻ പറ്റുന്നത് ഇതാണ്. ഇവിടെ ഈ കണ്ടില്ലേ, ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടിരിക്കുന്ന റീജിയൻസ് എല്ലാം നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇതിപ്പം കുറച്ച് റീജിയൻസ് മാത്രമേ ഇവിടെ ഡിസ്പ്ലേ ആവുന്നുള്ളൂ. ബാക്കി കുറച്ചെണ്ണം നമുക്ക് ഡിസേബിൾഡ് ആണ്. ബൈ ഡിഫോൾട്ട് കുറച്ച് റീജിയൻസ് മാത്രമേ നമുക്ക് എനേബിൾഡ് ആയിട്ടുണ്ടാവുള്ളൂ. പക്ഷേ വേണമെന്നുണ്ടെങ്കിൽ ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏത് റീജിയൻ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് എനേബിൾ ചെയ്തെടുക്കാൻ പറ്റും. ഈ പറഞ്ഞിരിക്കുന്ന മാനേജ് റീജിയൻസ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് അവിടെ നിന്ന് നമുക്ക് ഡിസേബിൾ ആയിട്ടിരിക്കുന്ന റീജിയൻ നമുക്ക് എനേബിൾ ചെയ്യാനുള്ള ഒരു മെക്കാനിസം ഒക്കെ നമുക്ക് അവിടെ ഉണ്ട്. ഓക്കെ. IAM യൂസറാണ്, അതുകൊണ്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ലാത്തത്. ഓക്കെ. ഇതാണ് റീജിയൻസ്. അപ്പം ഇതിൻ്റെ അകത്ത് ഇതൊക്കെ ഡിസേബിൾഡ് ആണ് അല്ലേ. അപ്പം നമുക്കിപ്പം ഹൈദരാബാദ് നമുക്ക് എനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ എനേബിൾ എന്ന് പറയുന്ന ഇത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൈദരാബാദും എനേബിൾഡ് ആവും. പിന്നെ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഹൈദരാബാദും അവിടെ ഡിസ്പ്ലേ ആയി വരും. ഓക്കെ. ഒരു കാര്യം, ചില സമയങ്ങളിൽ ഇത് ഗ്ലോബൽ എന്ന് കാണാൻ പറ്റും. അതായത് ചില സർവീസുകളെല്ലാം നമുക്ക് എല്ലാ റീജിയണിലും ഉണ്ടാവില്ല. അത് ഗ്ലോബലി ഒരു ഒറ്റ സർവീസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഫോർ എക്സാമ്പിൾ നമ്മൾ ബില്ലിംഗ് എന്ന് പറയുന്ന ഒരു സർവീസിൻ്റെ അകത്താണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. അതിൻ്റെ അകത്തുനിന്നാണ് നമ്മൾ എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അപ്പം നമ്മൾ ബില്ലിംഗ് എന്ന് പറയുന്ന ഒരു സർവീസിൻ്റെ അകത്താണ് ഇരിക്കുന്നത്. ഇത് ഓരോരോ റീജിയൻ സ്പെസിഫിക് അല്ല. അതെന്ന് പറയുന്നത് എല്ലാ റീജിയണിനും കൂടിയിട്ട് ഒരൊറ്റൊരു സിംഗിൾ ഇൻസ്റ്റൻസ് മാത്രമേ ഉള്ളൂ, ഗ്ലോബൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ചില സർവീസുകളെല്ലാം ഇങ്ങനെ ഗ്ലോബൽ ആയിട്ടുണ്ട്. അത് ആ ഗ്ലോബൽ ആയിട്ടുള്ള സർവീസിൻ്റെ അകത്താണെങ്കിൽ നമുക്കിങ്ങനെ ഇത് ഡിസേബിൾഡ് ആയിരിക്കും, നമുക്ക് റീജിയൻ ചൂസ് ചെയ്യാനുള്ള പറ്റത്തില്ല. അങ്ങനെയുള്ള കുറച്ച് സർവീസുകളെല്ലാം AWSൻ്റെ അകത്തുണ്ട്. ഫോർ എക്സാമ്പിൾ IAM എന്ന് പറയുന്നത്. അപ്പം നെക്സ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ IAM ആണ് പഠിക്കാൻ പോകുന്നത്. IAM എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടിരിക്കുന്ന സർവീസ്, അത് ഗ്ലോബലി ഒന്നേ ഉള്ളൂ. അത് റീജിയൻ സ്പെസിഫിക് ആയിട്ട് IAM സർവീസ് നമുക്കില്ല. പക്ഷേ EC2 പോലെയുള്ള കാര്യങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റീജിയൻ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അതായത് നമ്മളിപ്പം EC2 എന്ന് പറയുന്നത് നമ്മൾ വിർച്വൽ കമ്പ്യൂട്ടർ ഉണ്ടാക്കാനാണല്ലോ അല്ലേ. അപ്പം നമ്മളെ വിർച്വൽ കമ്പ്യൂട്ടർ ഏത് റീജിയൻ്റെ അകത്തിരിക്കുന്ന ഏത് ഡാറ്റാ സെൻറ്ററിൻ്റെ അകത്തിരിക്കുന്ന ഇതകത്താണ് നമുക്ക് ഉണ്ടാക്കേണ്ടത് എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ പറ്റും. അപ്പോൾ എനിക്ക് തോന്നുന്നു അധിക സർവീസിനും നമുക്ക് റീജിയൻ ചൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ വളരെ കുറച്ചെണ്ണത്തിന്, അതായത് ബില്ലിംഗ്, IAM, റൗട്ട് 53 അങ്ങനെയുള്ള കുറച്ച് സർവീസുകൾ മാത്രമേ ഗ്ലോബൽ ആയിട്ടുള്ളൂ. ഓക്കെ. ഗ്ലോബൽ ആയിട്ടുള്ളത് നമുക്ക് റീജിയൻ ചൂസ് ചെയ്യാൻ നമുക്ക് യാതൊരുവിധ വഴിയില്ല. ഓക്കെ.
ഇത് നമുക്ക് ഇവിടെ നമുക്ക് മുംബൈയിലാണ് നമുക്ക് നമ്മളുടെ റിസോഴ്സ് ഉണ്ടാക്കേണ്ടത്. ഇപ്പം നമ്മൾ വിർജീനിയയിലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുംബൈ എന്ന് പറയുന്നതിൻ്റെ അകത്തേക്ക് അത് മാറിപ്പോവും. അപ്പം നമ്മളിപ്പം ഇവിടെ നമ്മളിപ്പം മുംബൈ എന്ന് പറയുന്ന റീജിയനാണ് നമ്മൾ ചൂസ് ചെയ്തത്. അപ്പം അവൻ അങ്ങോട്ട് ലോഡ് ചെയ്യും. ഇനിയിപ്പം നമ്മൾ ഏതൊരു റിസോഴ്സ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും അത് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് മുംബൈ എന്ന് പറയുന്ന റീജിയൻ്റെ അകത്ത് ആയിരിക്കും. ഓക്കെ. ഇതിപ്പോൾ മുംബൈ എന്ന് പറയുന്നതിലേക്ക് മാറ്റി. ഇനി നമ്മൾ ഏത് റിസോഴ്സ് എടുത്തു കഴിഞ്ഞാലും മുംബൈ എന്ന് പറയുന്ന റീജിയനിലായിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏത് റീജിയൻ ആണോ ക്രിയേറ്റ് ചെയ്യേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്കിവിടെ റീജിയൻ മാറ്റി കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ റീജിയനിൽ തന്നെ ഇവൻ 2 രീതികളിലുണ്ട്. ഒരു ഡിസ്പ്ലേയബിൾ ആയിട്ടുള്ള ഒരു നെയിമും ഉണ്ടാവും. പിന്നെ ഒരു കോഡഡ് ആയിട്ടുള്ള ഒരു നെയിമും ഉണ്ടാവും. ഒരു സ്പേസ് ഒന്നും ഇല്ലാത്ത കോഡഡ് ആയിട്ടുള്ള ഒരു നെയിം ഉണ്ടാവും. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന കോഡഡ് ആയിട്ടുള്ള നെയിം ആയിരിക്കും നമ്മൾ ക്ലൗഡ് പ്രോഗ്രാമിംഗ്, അതായത് SDK വെച്ചിട്ട് നമ്മൾ ക്ലൗഡ് പ്രോഗ്രാമിംഗ് എല്ലാം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കോഡഡ് ആയിട്ടുള്ള, അതായത് സ്പേസ് ഒന്നും ഇല്ലാത്ത കോഡഡ് ആയിട്ടുള്ള നെയിം ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ഇത് ഏഷ്യ പസഫിക് മുംബൈ എന്നുള്ളതാണ് ഇതിൻ്റെ പേര്, റീജിയൻ്റെ പേര്. പക്ഷേ അതിൻ്റെ കോഡ് നെയിം എന്ന് പറയുന്നത് AP-South-1 എന്ന് പറയുന്നതാണ്. ഓക്കെ, രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറഞ്ഞിരിക്കുന്ന കോഡഡ് നെയിമും നമുക്കൊരു കൺസിഡറേഷൻ ആണ്. നമ്മൾ കോഡ് SDK വെച്ചിട്ട് നമ്മൾ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് കോഡ് എഴുതുന്ന സമയത്ത്, പ്രോഗ്രാമിംഗ് ചെയ്യുന്ന സമയത്ത് ഈ നെയിം ആയിരിക്കും ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ. അവൈലബിലിറ്റി സോൺ എന്ന് പറയുന്നത് നമുക്ക് ഓരോരോ സർവീസ് എടുക്കുന്ന സമയത്ത് പഠിക്കാം. അവൈലബിലിറ്റി സോൺ നമുക്ക് ചൂസ് ചെയ്തെടുക്കാനുള്ള വഴികളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അത് നമുക്ക് ഓരോ സർവീസ് ചെയ്യുന്ന സമയത്ത് പഠിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു റീജിയണിനെ പറ്റിയിട്ട് ഒരു ബേസ് ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് IAM, ഇത് പറഞ്ഞിരിക്കുന്ന AWSൻ്റെ അകത്തിരിക്കുന്ന വൺ ഓഫ് ദ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സർവീസ് ആയിട്ടുള്ള IAM എന്ന് പറയുന്നത് നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാം. അപ്പം സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.